ഫ്രണ്ട്സ്. അപ്പോൾ കുട്ടികളെ നമ്മൾ മൈക്രോസോഫ്റ്റ് ആക്സസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ 1-2 ക്ലാസ്സിൽ നോക്കി. അപ്പോൾ മൈക്രോസോഫ്റ്റ് ആക്സസിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കൺസെപ്റ്റാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല എന്താ പറയുന്നത് കൺസെപ്റ്റ്സും കാണും. അതായത് നമുക്ക് റിലേഷൻഷിപ്പ് ഇൻ അവർ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഇൻ അവർ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫാദർ ആൻഡ് സൺ ആവാം, ഫാദർ ആൻഡ് ഡോക്ടർ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, സിസ്റ്റർ ആൻഡ് ബ്രദർ, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന റിലേഷൻഷിപ്പാണ്. അത് ഒരേ ബ്ലഡിൽ, അതായത് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ബ്ലഡ് റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നില്ല, ഫ്രണ്ട്സ് തമ്മിലാവാം. അപ്പോൾ നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് ആക്സസിൻ്റെ അകത്ത് ടേബിൾസ് തമ്മിൽ എന്താണ് റിലേഷൻ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ഇൻ ടേബിൾസ്. ദാറ്റ് മീൻസ് മോർ ദാൻ വൺ ടേബിൾ, ഹൗ വി ക്യാൻ ഏബിൾ ടു റിലേറ്റ്. എങ്ങനെ ഒന്നിലധികം ടേബിൾസിനെ നമ്മൾ റിലേറ്റ് ചെയ്ത് ഒരു ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്ന കൺസെപ്റ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇൻ എ റിലേഷണൽ ഡേറ്റാബേസ്, ദാറ്റ് മീൻസ് ഇൻ മൈക്രോസോഫ്റ്റ് ആക്സസ്, ദ ഡേറ്റ ഇൻ വൺ ടേബിൾ ഈസ് റിലേറ്റഡ് ടു ദ ഡേറ്റ ഇൻ അനദർ ടേബിൾ. ഐ ഓൾറെഡി സെഡ് ദാറ്റ് റിലേഷൻഷിപ്പ് മീൻസ് ഒരു ടേബിളും വേറൊരു ടേബിളും തമ്മിൽ റിലേറ്റ് ചെയ്യുക, അതിൻ്റെ ഡേറ്റാസ് കണക്ട് ചെയ്യുക എന്നൊന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻ ജനറൽ നമുക്ക് 1 of the 3 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പല ടൈപ്പിലുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കറിയാം. അതുപോലെ ടേബിൾസ് തമ്മിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ടു വൺ എന്ന് പറയുന്നത്, ഫോർ എവറി റെക്കോർഡ് ഇൻ വൺ ഓഫ് ദ ടേബിൾ വൺ കറസ്പോണ്ടിങ് റെക്കോർഡ്സ് എക്സിസ്റ്റ് ഇൻ അനദർ ടേബിൾ. ദാറ്റ് മീൻസ് ഒരു ടേബിളും വേറൊരു ടേബിളുമായിട്ടൊരു കണക്ഷൻ. 1 to many മീൻസ് ചിലപ്പോൾ ഒരു ടേബിളിൽ ഒന്നിലധികം ഡീറ്റെയിൽസ് പല ടേബിൾസിലായിട്ട് കിടക്കും. മെനി ടു മെനി മീൻസ് ഒരു പർട്ടിക്കുലർ ടേബിളിലെ ഡീറ്റെയിൽസ് വേറെ ഒത്തിരി ടേബിൾസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുവാണ്, ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി സ്പോർട്സിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ക്ലാസ് ഡീറ്റെയിൽസിൻ്റെ അകത്ത് കാണും, സ്പോർട്സ് ഡീറ്റെയിൽസിൻ്റെ അകത്തും കാണും. ഓക്കെ, അതിനുശേഷം അപ്പോൾ 1 to 1 ടേബിൾ, ദാറ്റ് മീൻസ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിൻ്റെ ക്ലാസ് ഡീറ്റെയിൽസിൻ്റെ അകത്തും ആ കുട്ടിയുടെ നെയിം കാണും, സ്പോർട്സിൻ്റെ അകത്തും കാണും. സോ അവിടെ ഒരു ടേബിൾ, സ്പോർട്സും ക്ലാസ്സും 2 ടേബിൾ തമ്മിലാണ് കണക്ഷൻ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ 1 to many എന്ന് പറയുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ ആർട്സിലും കാണും, സ്പോർട്സിലും കാണും. So that particular person is related to 2 tables, 1 to many tables. Okay, then many to many means that particular person, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാം, ആ ടീച്ചർ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിൽ ആ ടീച്ചർ പല പല മേഖലയിൽ റിലേറ്റഡ് ആണെങ്കിൽ മെനി ടു മെനി. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഫോർ ഈച്ച് റെക്കോർഡ് ഇൻ ടേബിൾ എ മെനി റെക്കോർഡ്സ് മേ എക്സിസ്റ്റ് ഇൻ ടേബിൾ ബി, or each record in table B many records may exist in table A. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നു. സോ റിലേഷൻഷിപ്പ്, വൺസ് അഗൈൻ ഐ വിൽ എക്സ്പ്ലെയിൻ. റിലേഷൻഷിപ്പ് മീൻസ് ദ ഡേറ്റ ഇൻ വൺ ടേബിൾ ഈസ് റിലേറ്റഡ് ടു ദ ഡേറ്റ ഇൻ അനദർ ടേബിൾ. ഒരു ടേബിളിലെ ഡേറ്റ വേറൊരു ടേബിളുമായിട്ട് റിലേറ്റഡ്. 3 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. 1 to 1 to many or many to many. 1 to 1 means if അതായത് ഒരു ടേബിളും വേറൊരു ടേബിൾ കറസ്പോണ്ടിങ് റെക്കോർഡ്. 1 to many means ഒരു പർട്ടിക്കുലർ ടേബിളും മെനി കറസ്പോണ്ടിങ് റെക്കോർഡ്സ് മേ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ടേബിൾസ്. മെനി ടു മെനി മീൻസ് എന്താണ്? മെനി ടു മെനി ഷുഡ് നോട്ട് എക്സിസ്റ്റ് ഇൻ എ വെൽ ഡിസൈൻഡ് ഡേറ്റാ ബേസ്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഈ ടേബിളിനെ വ്യൂ ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, അതെങ്ങനെയാണ് നമുക്ക് വ്യൂ ടേബിൾ റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് വ്യൂ ചെയ്യാം? അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫയൽ എടുക്കുക, ക്ലിക്ക് ഓപ്പൺ, ദെൻ സെലക്ട് ആൻഡ് ഓപ്പൺ ദ ഡേറ്റാബേസ്. ഫയലിൽ
ഓപ്പൺ ചെയ്ത് ഏത് ഡേറ്റാബേസ് ആണോ, ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഡേറ്റാബേസ് ഓപ്പൺ ചെയ്യുക. ഓൺ ദ ഡേറ്റാബേസ് ടൂൾ ടാബ് ഇൻ ദ റിലേഷൻഷിപ്പ് ഗ്രൂപ്പ് ക്ലിക്ക് റിലേഷൻഷിപ്പ്. അതായത് ഡേറ്റാബേസിൻ്റെ മുകളിൽ ടൂൾ ടാബ് കാണുമല്ലോ, അതിൽ റിലേഷൻഷിപ്പ് ക്ലിക്ക് ചെയ്യണം. ഓൺ ദ ഡിസൈൻ ടാബ് ഇൻ ദ റിലേഷൻഷിപ്പ് ഗ്രൂപ്പ് ക്ലിക്ക് ഓൾ റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഇത് രണ്ട് ടേബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ഓർഡർ എന്ന് പറയുന്ന ടേബിളും ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന രണ്ട് ടേബിളിൻ്റെ റിലേഷൻഷിപ്പ്. ആ പർട്ടിക്കുലർ ടേബിൾസിൻ്റെ അകത്തുള്ള എല്ലാ റിലേഷൻഷിപ്പും ഇതുപോലെ കാണിക്കും. എങ്ങനെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഡേറ്റാബേസ് ഓപ്പൺ ചെയ്യുക. ഡേറ്റാബേസ് ഓപ്പൺ ചെയ്തിട്ട് ഡേറ്റാബേസ് ടൂൾ ടാബിൻ്റെ അകത്ത് റിലേഷൻഷിപ്പ് ഓപ്പൺ ചെയ്യുക. ആ റിലേഷൻഷിപ്പിനകത്ത് ക്ലിക്ക് ഓൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ഡേറ്റാബേസിൻ്റെ അകത്തുള്ള എല്ലാ റിലേഷൻഷിപ്പും ഇതുപോലെ വ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ എങ്ങനെ ഒരു ടേബിൾ, അതായത് ക്രിയേറ്റ് ടേബിൾ റിലേഷൻഷിപ്പ്, എങ്ങനെ ഒരു ടേബിളിൻ്റെ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓൺ ദ ഡേറ്റാബേസ് ടൂൾ ബാർ ഇൻ ദ റിലേഷൻഷിപ്പ് ഗ്രൂപ്പ് ക്ലിക്ക് റിലേഷൻഷിപ്പ്. നമ്മളിപ്പോൾ അതിൽ ഓൾ റിലേഷൻഷിപ്പ് എടുത്തിട്ടാണ് നമ്മൾ വ്യൂ ചെയ്തത്. അതിൻ്റെ അകത്ത് റിലേഷൻഷിപ്പിൻ്റെ അകത്ത് റിലേഷൻഷിപ്പ് ക്ലിക്ക് ചെയ്യുക. ഓൺ ദ ഡിസൈൻ ടാബ് ഇൻ ദ റിലേഷൻഷിപ്പ് ഗ്രൂപ്പ് ക്ലിക്ക് ആഡ് ടേബിൾ. അതായത് മൈക്രോസോഫ്റ്റ് ആക്സസ് 2013 ഷോ ടേബിൾ ആണ്, അല്ലെങ്കിൽ ആഡ് ടേബിൾ കൊടുക്കുക. സെലക്ട് വൺ ഓർ മോർ ടേബിൾസ് ഓർ ക്വയറീസ് ആൻഡ് ദെൻ ക്ലിക്ക് ആഡ്. അതായത് റിലേഷൻഷിപ്പ് ആഡ് ടേബിൾ കൊടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ വെച്ച് നമുക്ക് റിലേഷൻഷിപ്പ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു സെലക്ട് മോർ ദാൻ വൺ ടേബിൾ. ഓക്കെ, അപ്പം നമ്മൾ ആഡ് ടേബിൾ കൊടുക്കുന്ന സമയത്ത്, കാരണം നമുക്കറിയാം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒന്നോ ഒന്നിലധികമോ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആഡ് ടേബിൾ കൊടുക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ ഒക്കെ ടേബിൾസ് എടുത്തതിന് ശേഷം നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ലൈക്ക് ദിസ്. കേട്ടോ, അപ്പം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ റിലേറ്റഡ് ടേബിളും കൂടെ ക്രിയേറ്റ് ചെയ്യുക. അതായത് കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ഓർഡറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കസ്റ്റമർ എന്ന് പറയുന്ന ടേബിളും ഓർഡർ എന്ന് പറയുന്ന ടേബിളുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ റിലേഷൻഷിപ്പിൽ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ടേബിളിൻ്റെ റിലേഷൻഷിപ്പ് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ഇതുപോലെ ഡേറ്റാബേസ് ടൂൾ ബാറിൻ്റെ അകത്ത് റിലേഷൻഷിപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് റിലേഷൻഷിപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്ലിക്ക് ഓൾ റിലേഷൻഷിപ്പ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിലെല്ലാം വരും. അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കാം. ഓൾ ആണെങ്കിൽ ഫുൾ സെലക്ട് ചെയ്തതിന് ശേഷം വി ക്യാൻ ഏബിൾ ടു ഡിലീറ്റ്. ഇത്ര സിമ്പിളാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വൺസ് അഗൈൻ വി വിൽ ഡിസ്കസ് വാട്ട് വി ആർ ഡിസ്കസ് ഇൻ ദിസ് ക്ലാസ്. അതായത് നമുക്കൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്നുള്ളത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദ ഡേറ്റ ഇൻ വൺ ടേബിൾ ഈസ് റിലേറ്റഡ് ടു ദ ഡേറ്റ ഇൻ അനദർ ടേബിൾ. ഓക്കെ, ആ ടേബിൾസ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻ. One of the three different ways, one-to-one, one-to-many or many-to-many. One-to-one means for every record in one of the table, one corresponding record exists in another table. One-to-many means for each record in a table, many correspondence records may exist in the related table. Many-to-many means so many records may be exist in with each other. അപ്പോൾ 1-to-1 എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടേബിളും വേറൊരു ടേബിളും തമ്മിൽ. 1-to-many എന്ന് പറഞ്ഞാൽ ഒരു ടേബിളും ഒന്നിലധികം ടേബിൾസുമായിട്ട് റിലേറ്റഡ്. Many-to-many മീൻസ് രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വേരിയസ് റെക്കോർഡ്സ് ഷെയർ ചെയ്യുന്നു. അടുത്ത് വ്യൂ ടേബിൾ റിലേഷൻഷിപ്പ്. ഫസ്റ്റ് യു ഹാവ് ടു ഓപ്പൺ ദാറ്റ് പർട്ടിക്കുലർ ഡേറ്റാബേസ്, ദെൻ ക്ലിക്ക് റിലേഷൻഷിപ്പ് ഫ്രം ദ റിലേഷൻ ഗ്രൂപ്പ്സ് ഓഫ് ഡേറ്റാബേസ് ടൂൾ ബാർ. അതിനുശേഷം ക്ലിക്ക് ഓൾ റിലേഷൻഷിപ്പ്. Okay, then you can able to see the relationships of that particular table. Create a table relationship. How? We have to first select the relationship, then click add tables.
Remember one thing, you have to click more than one table, then only you can able to relate two groups or more than two groups. Okay. Last, delete a table relationship. How you can able to delete a table relationship? You have to click relationship from the database tool tab, then click all relation. If you want to delete a particular data, that means particular relationship, you have to select that particular relationship and click delete key. Otherwise, if you want to delete all the relationship, you have to click select all the relationship and press delete key. Okay. In this option, you just see. നമ്മളത് എടുത്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ.